കാണുമ്പോഴേ ഒരു എയർപോർട്ടാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമസ്കാരം, ഞാൻ ബനാറസ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കാശി വിശ്വനാഥനെ കണ്ടിട്ട് ന്യൂഡൽഹിക്കുള്ള തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സ്റ്റേഷൻ ഞാനൊന്ന് കാണിച്ചു തരാമേ. ഇതുണ്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ടേ. ഇതിന് മുമ്പ് വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതാണ് ആദ്യം കാണിച്ചത് കേട്ടോ. ഇത് സന്ധ്യ സമയത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ടേക്കാണ്. ഇവിടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് തരാൻ തരുന്ന ഒരു ബോർഡ് കൂടി ഉണ്ട് കേട്ടോ. അതിനുശേഷം മറ്റൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമേ. ഇതുണ്ടോ, ട്രെയിനിൻ്റെ ഒരു ബോഗി കണ്ടോ, റെസ്റ്റോറൻ്റ് ആക്കിയേക്കാണ്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, നല്ല മനോഹരമായിട്ട്. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ. അത് ഈ ബനാറസ് റെയിൽവേ സ്റ്റേഷനെ അടുത്തോട്ട് വരുമ്പോൾ ആദ്യം എൻട്രിയുടെ വലത് സൈഡിലായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളിയാണ്. റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് RT എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് നല്ല മനോഹരമായിട്ട് ബുദ്ധൻ്റെ പടവും ഒക്കെ ആയിട്ട് ആ സ്റ്റേഷൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു പുതിയ സ്റ്റേഷനാണ്, നല്ല മനോഹരമായിട്ട്. അകത്തെ വൃത്തിയും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇനിയിപ്പോൾ അകത്തോട്ട് കയറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇത് പൊളിച്ച് കണ്ടോ, അടിപൊളി. ഇങ്ങേപ്പുറത്തെ സൈഡ് ഉണ്ടോ, ശരിക്കും ഒരു ബോഗി തന്നെ സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ. അല്ലാതെ ഡമ്മി അല്ല, ശരിക്കും ഒരു ബോഗി തന്നെ AC റെസ്റ്റോറൻ്റായിട്ട് ചെയ്തേക്കുക. പിന്നെ ഇവിടുന്ന് എക്സ്കവേറ്ററൊക്കെ ഉണ്ട് കയറി പോകാനും ഒക്കെ ആയിട്ട്. ഈ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടോ, എന്ത് മനോഹരമാണെന്ന് നോക്കിയേ, അടിപൊളി. ഇനി നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ നിങ്ങളെ കാണിച്ചു തരാമേ. ഇതുണ്ടോ, റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. സ്റ്റേഷൻ ഇങ്ങോട്ട് കയറി വരുമ്പം ഇങ്ങനെയാണ്, കണ്ടോ, എന്തോ വൃത്തിയാന്ന് നോക്കി, കണ്ടോ, ക്ലീൻ ആൻഡ് നീറ്റാണ്. എന്തായാലും ഇവിടെ പാൻ മസാലയുടെ മുറുകിത്തുപ്പും അതുമൊക്കെ കാണാനേ ഇല്ല കേട്ടോ. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. തന്നെയല്ല, കുടിവെള്ളമുണ്ട്, അതുപോലെ തന്നെ ഫ്രീസിങ് തണുത്ത വെള്ളവും ഇവിടെ കിട്ടും കേട്ടോ. കൊള്ളാം. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, ഈ ഭിത്തിയിലൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ്, ഗംഗാ ആരതിയുടെ പെയിന്റിങ്ങാണ്. അത് കൊള്ളാം, കലക്കി. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇത് കണ്ടോ, പരമശിവനും അദ്ദേഹത്തിന്റെ വാഹനമായ വൃഷഭവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിന്റെ സൈഡിലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കൊത്തുപണികളോടുകൂടി. കണ്ടോ, നല്ല രസമുണ്ട്. മാറാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്നിരുന്നാൽ തന്നെ ഇതിങ്ങനെ അങ്ങ് വരെ ഉണ്ട്. മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഗംഗയിലെ ദീപമൊക്കെ ഒഴുക്കുന്ന അത്. അങ്ങനെ ഇവിടുത്തെ ആ ഒരു കാശിയുടെ കൺസെപ്റ്റ് മുഴുവൻ ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, കൊള്ളാം. എന്തായാലും പുണ്യനഗരമായ കാശിയെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് തന്നെ ബനാറസിലെ സ്റ്റേഷൻ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വാരണാസി സ്റ്റേഷനും മോശമൊന്നുമല്ല കേട്ടോ, നല്ല ഒന്നാന്തരം സ്റ്റേഷനാണ്. അയോധ്യയിലെ 2 സ്റ്റേഷനുകളും ഫസ്റ്റ് ക്ലാസ് ആണ്, കൊള്ളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, ബനാറസിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ള തിരിച്ചുപോക്ക്, അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള സൂപ്പർ ഫാസ്റ്റ് ബനാറസ് ടു ന്യൂഡൽഹി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലെ യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും രാത്രിയാണ്, അപ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സന്ദർഭമില്ല. എങ്കിലും ആ ട്രെയിനിലെ കാര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും 10-14 ദിവസമായിട്ടുള്ള യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇപ്പം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. തീർച്ചയായിട്ടും ഇത് ഡൽഹി ചെന്നതിന് ശേഷം നമ്മൾ കേരള എക്സ്പ്രസ്സിൽ നാട്ടിലേക്ക് പോകും. അപ്പോൾ അതോടുകൂടി ഈ ഒരു ഉത്തർപ്രദേശിലെ മധുര, ആഗ്ര, ഡൽഹി, വാരണാസി, അയോധ്യ ഇത്രയും സ്ഥലങ്ങൾ കണ്ടുകൊണ്ടുള്ള വീഡിയോസ് പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇനിയിപ്പം കേരള എക്സ്പ്രസ്സിലെ കേരളത്തിലോട്ടുള്ള യാത്രയുടെ വീഡിയോ കൂടിയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ കഴിവതും പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കൂടുതലും വിഷ്വൽസിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്ത് ചെയ്യാറുള്ളത്.
ചരിത്രവും അതുമൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കൊണ്ട് തന്നെ അതിലോട്ടൊന്നും ഞാൻ കടന്നു പോയിട്ടില്ല. അപ്പോൾ ഗൈസ്, അപ്പം ഇനിയിപ്പം രാത്രി 11 മണി വരെ ഇവിടെ ഇരിക്കണം. ഞങ്ങൾ രാവിലെ 2 മണിക്ക് എത്തിയതാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ കേട്ടോ. കാശിയിൽ ഈ മാർച്ച് അവസാനം ഏപ്രിൽ 1 എന്നൊക്കെ പറഞ്ഞാൽ 35-36 ഡിഗ്രി ഓളം ചൂടാണ്. അപ്പോൾ കാശി ഏപ്രിലൊക്കെ ആകുമ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ കാശിക്കൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം നല്ല ഒരു ചൂട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം രാവിലെയും വൈകിട്ടും മാത്രമേ നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്യുക. ശരിക്കും 2 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് കാശി പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ട്രെയിൻ വന്നിട്ട് ട്രെയിനിൻ്റെ വിശേഷങ്ങൾ കാണാം. ബീച്ചിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം പാളമെല്ലാം കണ്ടോ, കഴുകാണ്. ഇതുണ്ടോ, അത് കൊള്ളാം, അടിപൊളി. ഇതൊക്കെ പുതിയ പുതിയ കാഴ്ചകളാണ്. കണ്ടോ, ഇതുണ്ടോ പാലത്തിൻ്റെ വൃത്തിയുണ്ടോ, എല്ലാം ക്ലീൻ ചെയ്തെടുത്തേക്ക്. കണ്ടോ, അടിപൊളി പുതിയ പുതിയ കാഴ്ചകളാണ്, കൊള്ളാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ ട്രോളുന്നതിൽ അത്ഭുതമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നല്ല ഒന്നാമത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് വന്ന് അവിടെ എല്ലാം ചാണകം ഇട്ട് ആകെപ്പാടെ കുളമാക്കി ആൾക്കാരെ ഓടിച്ച് ഇടിക്കും അത് കേട്ടോ. ഈ ഒരു സംഭവം ഈ നോർത്ത് ഇന്ത്യയിൽ മിക്കയിടത്തും ഉള്ളതാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്കൊരു വലിയൊരു കോമഡി ആയിട്ട് തന്നെ തോന്നുന്നൊരു കാര്യമാണ്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെ കേട്ടോ. 8 പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള വലിയൊരു സ്റ്റേഷനാണ് ബനാറസ്. ഇതതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ആ 2 മകുടങ്ങൾ കണ്ടോ, നല്ല രസമുണ്ട് കാണാനേ. ദേശീയ പതാകയുടെ നിറമൊക്കെ ആയിട്ട് കൊള്ളാം. പക്ഷെ നല്ല വൃത്തിയാണ് ഇവിടെ, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടി ഇങ്ങ് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലപോലെ അടുത്ത് കാണാനേ, അത് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, ഇതാണ് ബനാറസിൻ്റെ മെയിൻ ഗേറ്റ് വഴിയുള്ള വ്യൂ. കണ്ടോ, കൊള്ളാമേ, മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഇഷ്ടംപോലെ സ്ഥലസൗകര്യമുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൊള്ളാം. നമ്മുടെ ട്രെയിൻ എത്തി കേട്ടോ. ബനാറസ് ന്യൂഡൽഹി എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കോച്ച് S3 ആണ്. അപ്പം നമുക്ക് അതങ്ങ് പുറയിലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോവാമേ. വണ്ടിക്കകത്ത് കയറിയിട്ട് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു. 22-581 ട്രെയിൻ നമ്പർ. ബനാറസിൽ നിന്ന് ന്യൂഡൽഹി വരെ പോകുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാം, രാത്രി നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ഒഴിവാക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം നമുക്ക് ട്രെയിനിൽ കയറാമേ. ഓണാക്കിയിട്ടില്ല, ലൈറ്റൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ട്രെയിനായിരുന്നു കേട്ടോ. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ ഇൻഡർസ്റ്റേറ്റ് ഓടുന്ന ട്രെയിനുകളിലൊക്കെ എന്ന് വെച്ചാൽ യൂറോപ്യൻ ക്ലോസറ്റ് കുറവായിരിക്കും. അതായത് ഒരു ബോഗിയിൽ ഒരു എണ്ണം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത് നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്ന് ചോദിച്ചാൽ ഈ ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നല്ല വൃത്തിയുള്ള ഒരു ട്രെയിനകത്ത് വരും കേട്ടോ. അപ്പോൾ ട്രെയിൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ട്രെയിനാണ് കേട്ടോ. ബാത്റൂമൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ കുറഞ്ഞ ഡിസ്റ്റൻസിൽ ഓടുന്ന ട്രെയിനാണ്. ബനാറസിൽ നിന്ന് ന്യൂഡൽഹി വരെ മാത്രം ഓടുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ബെഡും ഒക്കെ നല്ലതാണ്, ടോട്ടലി നല്ല. ഇപ്പം എനിക്ക് സാധ്യത ആക്ച്വലി ഈ അപ്പർ ബർത്ത് അല്ലായിരുന്നു, മിഡിൽ ബർത്ത് ആയിരുന്നു. ഇവിടെ ഈ ഹിന്ദി സംസ്ഥാനങ്ങളുടെ ഇടയ്ക്ക് യാത്ര ചെയ്യും. അതായത് ഉത്തർപ്രദേശിലെ ഡൽഹിയിൽ നിന്ന് വാരണാസി, അയോധ്യ, ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്നർ സ്റ്റേറ്റ് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് അപ്പർ ബർത്ത് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഒക്കെ ആണെങ്കിൽ എപ്പോഴാണെങ്കിലും ഇവര് ഉറങ്ങത്തൊന്നുമില്ല. ഇവര് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ട്രെയിനിൽ കയറി 2-3 മണിക്കൂർ യാത്ര ചെയ്യാൻ വരുന്ന. അപ്പൊ അവര് മിഡിൽ ബർത്ത് ആണെങ്കിൽ നമ്മളത് നൂത്തിട്ട് കിടക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഇന്ന് തന്നെ താഴെ ഒരു ഫാമിലി ആയിട്ടാണ് വന്നേ. അപ്പൊ ഞാൻ കയറിയപ്പോഴേ പറഞ്ഞു എനിക്ക് അപ്പർ ബർത്ത് തന്നേര്, എനിക്ക് മിഡിൽ ബർത്താ. അപ്പൊ ഞാനത് മടക്കിയിട്ട് കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഇവര് 4-5 പേര് ഫാമിലിയാ ബാക്കി. അപ്പൊ അവരിരുന്ന കാര്യമൊക്കെ പറയാൻ അവർക്ക് അതാ സൗകര്യം. അപ്പൊ അന്നേരം പറഞ്ഞു വേണ്ട, ഞങ്ങൾ കിടന്നോളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ബെഡൊക്കെ മടക്കി ഞാൻ കയറി
കിടന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി, കുരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു വയ്യ മേളിൽ കയറാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ മേളിൽ കയറി. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള യാത്ര, ഈ ഇന്നർ സ്റ്റേറ്റ് യാത്രകൾ ചെയ്യുമ്പോൾ കഴിവതും നമ്മൾ അപ്പർ ബത്തിൽ തന്നെ യാത്ര ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ശല്യമില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി കിടക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി പോവാം. അപ്പം എല്ലാം കൊണ്ടും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പർ ബത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ നൈറ്റാണ്, ഇനി കാഴ്ചകളൊന്നും ഇല്ല. അപ്പോഴേ ഇനിയിപ്പോൾ നാളെ കാണാം ഡൽഹി ചെന്നിട്ട് രാവിലെ. അപ്പോൾ ഗുഡ് നൈറ്റ്.